പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് CV ബാലകൃഷ്ണൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് മരണത്തിൻ്റെ മണമുള്ള ഇല എന്നാണ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുര്യച്ചനോട് വിദഗ്ധനായൊരു ഡോക്ടർ പറഞ്ഞത് 3 ആഴ്ചയിൽ കൂടുതൽ ആയുസ്സില്ലെന്നാണ്. ഡോക്ടർ അങ്ങനെ ഖണ്ഡിതമായി പറഞ്ഞെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ഖേദമായി. കുര്യച്ചൻ എന്നേക്കുമായി ഞങ്ങളെ വിട്ടുപിരിയുകയാണ്. മരണത്തിൻ്റെ ദേശം അങ്ങേരെ കാത്തിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ തീർത്തും നിസ്സഹായരുമാണ്. ഇത്രയും സ്വഭാവമഹിമയുള്ള ഒരാളെ ഈശോയാണ് ഞാൻ വേറെ കണ്ടിട്ടില്ല, എഫ്രോജിന പറഞ്ഞു. എളിമയാർന്ന വീടിനോട് ചേർന്ന് ചെറിയൊരു ഹോട്ടൽ നടത്തുന്ന എഫ്രോജിനയ്ക്ക് ഇടവകക്കാരെ മൊത്തം അറിയാം. എന്നു മാത്രമല്ല, വരുന്നവരും പോകുന്നവരും ഒക്കെയായി ഒരുപാട് പേരെ നിത്യവും കാണുന്നതാണ്. കണ്ണുകൾക്ക് ഏറെ പഴക്കവുമുണ്ട്. പുഴുങ്ങിയ താറാവ് മുട്ടകൾ ഒന്നൊന്നായി ചില്ലുകൂട്ടിൽ നിരത്തി വെക്കുകയായിരുന്നു എഫ്രോജിന. അടുപ്പിനടുത്ത് മകൾ ജസീന്തയാണ്. അവളെ കെട്ടിയ ജെറാൾഡ് മേശയ്ക്കരികെ ഇരിക്കുന്നു. ജെറാൾഡ് പറഞ്ഞു വരുമ്പോൾ ഒരു ദീനക്കാരനാണ്. ചെറുപ്പക്കാരൻ്റെ ഉശിരും ചുണയുമില്ല, ചടച്ച ദേഹം. ജസീന്തയാണെങ്കിൽ ഉരുണ്ടുകൊഴുത്ത ഒരു താറാവിനെ പോലെയാണ്. അവർ തമ്മിൽ ഒട്ടും പൊരുത്തമില്ല, എന്നാലും സ്നേഹമായി തന്നെ കഴിയുന്നു. അവരുടെ കുഞ്ഞിൻ്റെ തലതൊട്ടപ്പൻ കുര്യച്ചനായിരുന്നു. മാമോദീസ ചടങ്ങിനിടയിൽ വികാരി അച്ഛനെയും അസ്തേന്തിയെയും ആൾക്കാരെയും കണ്ട് പേടിച്ചു കരഞ്ഞ കുഞ്ഞ് എഫ്രോജിനയുടെയോ ജസീന്തയുടെയോ ചിറ്റമ്മയായ ഗ്ലോറിയുടെയോ ആശ്വാസവാക്കുകൾക്ക് തരിമ്പും കാതുകൊടുക്കാതെ ഒടുവിൽ കരച്ചിൽ നിർത്തിയത് കുര്യച്ചൻ കയ്യിലെടുത്ത് പള്ളിക്കുള്ളിലൂടെ ചുറ്റി നടന്നപ്പോഴാണെന്നത് ഒരു ദിവ്യ അത്ഭുതം എന്നോണം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ പള്ളിക്കുള്ളിലൂടെ ചുറ്റി നടക്കവേ കുര്യച്ചൻ കുഞ്ഞിൻ്റെ ഇളം കാതുകളിൽ എന്തൊക്കെയാവാം മന്ത്രിച്ചത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കുഞ്ഞു മാത്രമേ അത് കേൾക്കുകയുണ്ടായുള്ളൂ. അതെന്തായിരുന്നാലും ഞങ്ങൾക്ക് ആ സംഭവം ഒരു അതിശയമായിരുന്നു. ഞങ്ങൾ പിന്നീട് കുര്യച്ചനോട് തന്നെ ചോദിച്ചു, അത്രയും കാര്യമായി കുഞ്ഞിനെ കേൾപ്പിച്ചത് എന്തെന്ന്. അതിന് കുര്യച്ചൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ചുമ്മാ ജീവിതത്തെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അവനത് കാതു പിടിച്ചു കേട്ടു. ജീവിതത്തെക്കുറിച്ച് എന്തോന്ന്? ഞങ്ങളുടെ ജിജ്ഞാസ വർദ്ധിച്ചു. ജീവിതം എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹമല്ലേ? നമ്മൾ എവിടായിരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നമ്മൾക്കറിയുകയില്ല. അതിനിടയിൽ ഇങ്ങനെ കുറേ പകലും രാത്രി ബന്ധങ്ങളുടെ കെട്ടുപാടുകളും വലിയ കാര്യമല്ലേ? നിങ്ങൾ തന്നെ പറ, അല്ലേ? കുര്യച്ചൻ്റെ അന്നത്തെ മറുപടിയിലെ വാക്കുകൾ ഓരോന്നും ഓർക്കുന്നത് കൊണ്ട് അയാൾ മരിക്കാൻ പോകുകയാണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വ്യസനം അടക്കാനായില്ല. ഇടവകയാകെ ഒന്ന് സ്തബ്ധമായതുപോലെയായി. മേഘങ്ങളുടെ നേർക്കൊരു വെള്ളക്കുരിശ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളി, കുന്നിൻ ചെരുവുകൾ, മരക്കൂട്ടങ്ങൾ, പൊന്തകൾ, കല്ലുകൾ, വഴികൾ, പുഴ, അവയെല്ലാം വ്യസനം ബാധിച്ചവയായി. മനസ്സുനൊന്ത് ചിലർ വിറയ്ക്കുന്ന കൈകളോടെ വേദപുസ്തകം തുറന്നു. ചിലർ തിരുഹൃദയ പടങ്ങൾക്കരികെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് മുട്ടിന്മേൽ നിന്നു. ചിലർ കരഞ്ഞു. എന്നാൽ ടൗണിലെ ആശുപത്രി വിട്ട് കുര്യച്ചൻ ഇടവകയിൽ തിരിച്ചെത്തിയത് ചിരിച്ചും കൊണ്ടാണ്. ബസ് ഇറങ്ങുമ്പോൾ മുഖം നിറയെ ചിരിയായിരുന്നു. കയ്യിലെ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ആപ്പിളും മുന്തിരിയും. കൂടെയുണ്ടായിരുന്ന മാത്തുക്കുട്ടി വേറെ 2 സഞ്ചികൾ തൂക്കിപ്പിടിച്ച് മുഖത്തൊട്ടും തെളിച്ചമില്ലാതെ പിറകിൽ നിൽക്കുമ്പോൾ കുര്യച്ചൻ സഞ്ചിയിൽ നിന്നൊരു ആപ്പിൾ എടുത്ത് ജസീന്തയുടെ കുഞ്ഞിനു നീട്ടി. എഫ്രോജിനയോ ജെറാൾഡോ ജസീന്തയോ ഒന്നും പറഞ്ഞില്ല. മരം വെട്ടുകാരനായ ഫിലിപ്പോച്ചനും അങ്ങേരുടെ തുണക്കാരൻ വേലായുധനും കടയിലുണ്ടായിരുന്നു. കുഞ്ഞ് തെല്ലൊന്ന് സംശയിച്ചു. വാങ്ങിക്ക്, തലതൊട്ടപ്പൻ തരുന്നതല്ലയോ? കുര്യച്ചൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ ഈ വലതുകരം ആപ്പിളിനു നേർക്കു നീളാൻ പിന്നെ അമാന്തിച്ചില്ല. കുര്യച്ചൻ മാത്തുക്കുട്ടിയുടെ നേർക്കു തിരിഞ്ഞു. എടാ, നമുക്ക് ഓരോ ചായ കുടിച്ചേച്ചു പോകാം. ഇവിടത്തെ ചായ കഴിച്ചിട്ട് ദിവസങ്ങൾ ഒത്തിരി ആയില്ലേ? ഒരു ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ച് കുര്യച്ചൻ ഫിലിപ്പോച്ചനോടായി പറഞ്ഞു. ആശുപത്രിയിൽ ഒരു കാന്റീനുണ്ട്. അവിടെയുള്ള ചായ ഒരു വാകയ്ക്ക് കൊള്ളുകയില്ല. വല്ലാത്തൊരു ചുവയാ. ഒരു ഇറക്ക് കഴിക്കാൻ മേല. ഞാൻ അപ്പോഴൊക്കെ എഫ്രോജിനയെ ഓർക്കും. അതു കേട്ടപ്പോൾ എഫ്രോജിനയ്ക്ക് കണ്ണു നിറയുമട്ടായി. അങ്ങനെ എഫ്രോജിന പിന്നീട് പലരോടും പറയുകയുണ്ടായി,
കടയിൽ വെച്ചും പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ചെന്നപ്പോഴും അത് പറയുമ്പോൾ എഫ്രോജിനയുടെ ശബ്ദത്തിന് ഓരോ തവണയും ഒട്ടൊരു ഇടർച്ച വന്നിരുന്നു. ഏതോ വലിയ ഭാരം ജീവിതത്തിനുമേൽ വന്നു പതിച്ച് ഞെരുങ്ങി നെടുവീർപ്പും വ്യാകുലതയുമായി നടക്കുന്ന ഒരാളെ പ്രതീക്ഷിച്ചവരെ ഒന്നടങ്കം കുര്യച്ചൻ പാടെ നിരാശപ്പെടുത്തിയെന്ന് വേണം പറയാൻ. എഫ്രോജനയുടെ ചായ കഴിച്ച് നിർബന്ധപൂർവം അതിനുള്ള കാശ് മാത്തുക്കുട്ടിയെ കൊണ്ട് കൊടുപ്പിച്ച് താനത് വാങ്ങില്ലെന്ന് എഫ്രോജിന ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെയും മറിയത്തിൻ്റെ കന്യാത്വത്തെയും പിടിച്ച് ആണയിട്ടതാണ്. ജസീന്തയുടെ കുഞ്ഞിൻ്റെ കവളിലൊന്ന് സ്നേഹവായ്പോടെ തടവി ജെറാൾഡിനോട് പുകവലിയും മദ്യപാനവും നിർത്തി ആരോഗ്യം നന്നാക്കാൻ ഉപദേശിച്ച് ഫിലിപ്പോച്ചനോട് വീട്ടുപറമ്പിലെ ഒരു മഹാഗണി മുറിക്കേണ്ട കാര്യം പറഞ്ഞ് കുര്യച്ചൻ ഇറങ്ങി നടന്നത് ഒരു ആട്ടിൻകുട്ടിയുടെ പ്രസരിപ്പോടെയാണ്. ആശുപത്രിയിൽ വെച്ച് രോഗനിർണയം നടത്തിയ വിഷഗുരന്മാർക്ക് എന്തോ അബദ്ധം പിണഞ്ഞതാണെന്നതായി പലരുടെയും നിഗമനം. അതല്ലെങ്കിൽ താൻ മരിക്കാറായെന്ന് കുര്യച്ചൻ ഇനിയും അറിഞ്ഞിട്ടില്ല. ആശുപത്രി അധികൃതർ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ രോഗിയിൽ നിന്ന് മറച്ചു പിടിക്കുകയും അവിധം തന്നെ വേണമെന്ന് ബന്ധുക്കളോട് നിഷ്കർഷിക്കുകയും ചെയ്തിരിക്കാം. പക്ഷേ അതല്ല വാസ്തവം എന്ന് മാത്തുക്കുട്ടി തന്നെ സാക്ഷ്യപ്പെടുത്തി. മൂത്ത മകൻ എന്ന നിലയിൽ അവൻ സദാ കുര്യച്ചൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ഡോക്ടർമാരിൽ ഒരാൾ അപ്പനോട് തന്നെ മരണം ഉടനെ സംഭവിച്ചേക്കുമെന്ന് പറഞ്ഞത് അവൻ കൂടെയുള്ളപ്പോഴായിരുന്നു. അപ്പൻ അത് കേട്ട് ഞൂട്ടി നേരത്തേക്ക് പോലും അന്താളിച്ചതായി മാത്തുക്കുട്ടി കണ്ടില്ല. അത് ശരി, അങ്ങനെയാണല്ലേ എന്നായിരുന്നു അപ്പൻ്റെ പ്രതികരണം. പിന്നെ ഒരു തെളിഞ്ഞ ചിരി. മാനുകൾ നീർത്തോടുകളിലേക്ക് ചെല്ലുന്നതിനെക്കുറിച്ച് എന്തോ പറയുകയും ചെയ്തു. മാനുകളോ? ചാക്കോ സാർ വിസ്മയിച്ചു പോയി. സഹകരണ ബാങ്കിൻ്റെ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ സംബന്ധിക്കാനായി പോവുകയായിരുന്ന ചാക്കോ സാർ അല്പനേരത്തേക്ക് തൻ്റെ തിടുക്കം മറന്നു. സ്വന്തം മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേൾക്കെ ഒരാൾ മാനുകളെയും നീർത്തോടുകളെയും കുറിച്ച് പരാമർശിക്കുന്നതിൽ എന്ത് യുക്തി? അയാൾ ഉള്ളാലെ ചോദിച്ചു. ഞാൻ കേട്ടതാണ്, മാത്തുക്കുട്ടി പറഞ്ഞു. വിചിത്രം തന്നെ. ചാക്കോ സാർ അങ്ങനെ പിറുപിറുത്ത് കൂടുതലൊന്നും ചോദിക്കാതെയും പറയാതെയും മുന്നോട്ട് നടന്നു. സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് സാറിൻ്റെ മകൾ ത്രേസ്യാമ്മ മത്സരിക്കുന്നുണ്ട്. ഓ, സാർ പൊടുന്നനെ ഓർമ്മിച്ചു. കുര്യച്ചനും വോട്ടുള്ളതാണല്ലോ. അപ്പൻ വെളുപ്പിനെ പോയേക്കുക അങ്ങോട്ട്, മാത്തുക്കുട്ടി പറഞ്ഞു. കൊച്ചനെയും മാത്തുക്കുട്ടിയും ഗ്രേസമ്മയും എതിർത്തിരുന്നു. കുര്യച്ചൻ വകവച്ചില്ല. ബാങ്ക് തെരഞ്ഞെടുപ്പ് തന്നെ കൂടി സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട എന്തോ ആണെന്നായിരുന്നു കുര്യച്ചൻ്റെ ഭാവം. ഉടുപ്പ് എടുത്തിട്ട് കുര്യച്ചൻ പോയി. തനിക്ക് പരിചയവും അടുപ്പവുമുള്ള ഒരുപാട് പേരുടെ മധ്യത്തിലേക്ക് ചെന്നു. അയ്യോ, ഇതെന്നാ ഭാവിച്ച? വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക, പഞ്ചായത്ത് അധ്യക്ഷയായ സോഫി ദുരിശപ്പെട്ടു പറഞ്ഞു. എന്തോന്നെടുക്കാൻ? കുര്യച്ചൻ കുസൃതിയോടെ ആരാഞ്ഞു. സോഫി തെല്ലു പതറി. അല്ല, ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ? എന്താ സോഫി കൊച്ചേ? കുര്യച്ചൻ വളരെ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ മരിക്കാൻ പോവുകയാ. റെസ്റ്റ് എടുക്കുന്നത് അതിനുശേഷം പോരെ? ഉള്ളുരുകുക എന്ന് പറയാറില്ലേ? സോഫി അതറിഞ്ഞു. അവൾ പാവം നിന്നു നീറി. പലർക്കും അറിയാവുന്നതുപോലെ കുര്യച്ചൻ്റെ ജീവിത പങ്കാളിയാകേണ്ടിയിരുന്നത് കൊച്ചന്നത്തിന് പകരം സോഫിയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സോഫി തരുവപ്പുല്ലിനിടയിലും ചെറുനാരകത്തിന് ചുവട്ടിലും എല്ലിക്കാടിൻ്റെ അരുപറ്റിയും വെണ്ടേക്കിനോട് ചേർന്നു നിന്നുമൊക്കെ കുര്യച്ചൻ്റെ വരവ് കാക്കുമായിരുന്നു എന്ന് പലരും ഓർമ്മിക്കുന്നു. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞുപോയി. കുര്യച്ചൻ്റെ ജീവിതത്തിലേക്ക് കൊച്ചന്നം വന്നു. സോഫിയുടെ കഴുത്തിൽ മിന്നുകെട്ടിയ സെബാസ്റ്റ്യനെ കർത്താവ് പെട്ടെന്ന് തന്നെ തിരികെ വിളിച്ചു. അത് കഴിഞ്ഞ് 2 മക്കളുള്ള വിഭാര്യനായ കുഞ്ഞഗസ്തിയുടെ വധുവായി. കുഞ്ഞഗസ്തിക്ക് പിന്നെ 1 വർഷം കൂടിയേ ഭൂമിയിൽ കാലമുണ്ടായുള്ളൂ. സോഫി പിന്നീട് മറ്റാർക്കും മിന്നുകെട്ടാനായി താൻ കഴുത്തുകാട്ടുകയില്ലെന്ന ശാഠ്യത്തിൽ ഉറച്ചു നിന്നു. ഒരു തയ്യൽക്കട തുടങ്ങി. അതിനോടനുബന്ധിച്ച് ടെലഫോൺ ബൂത്തും തദനന്തരം ഫോട്ടോസ്റ്റാറ്റും തുടങ്ങി. മൊബൈൽ ഫോൺ വന്നപ്പോൾ 3 സ്വകാര്യ കമ്പനികളുടെ ഏജൻസി എടുത്തു. പിന്നെ സ്ത്രീ സംവരണത്തിൽ പഞ്ചായത്ത് അധ്യക്ഷയായി. തിരക്കേറിയ ജീവിതമാണ് സോഫിയുടേത്. സോഫി പുതിയ കാലത്തെ സ്ത്രീയാണ്. വിവാഹം കഴിച്ച 2 പേരും മൃതരായി. കുര്യച്ചൻ ജീവിച്ചിരിക്കുന്നതല്ലേ എന്നോർത്ത് സന്തോഷിച്ചിരുന്നു.
അപ്പോൾ തൻ്റെ നിറവേറാത്ത സ്നേഹമാണോ കുര്യച്ചനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് സോഫി സംശയിച്ചു പോയി. സോഫി നോക്കി. കുര്യച്ചൻ എവിടെ? അയാൾ ആൾത്തിരക്കിലൂടെ ആയാസമില്ലാതെ നീങ്ങുകയായിരുന്നു. ചിലർ വിറങ്ങലിച്ചു നിന്നു. ചിലർ അവിശ്വസനീയതയോടെ അയാളെ നോക്കി. മറ്റു ചിലരാകട്ടെ ചിത്തക്ഷോഭം അറിഞ്ഞു. ഒരു മനുഷ്യൻ മരണത്തിനു മുമ്പിൽ ഈ വിധമാണോ? മരണം ജീവിതത്തെ അപേക്ഷിച്ച് വളരെ വലുതായിരിക്കെ മനുഷ്യൻ അതിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ വിഷാദവാനും വിനീതനുമാകേണ്ടതല്ലേ? ജീവിതം ഒന്നു മാത്രമെന്ന പോലെ മരണവും ഒന്നു മാത്രമല്ലേ? മരണം എല്ലാത്തിൻ്റെയും പരിസമാപ്തിയല്ലേ? മരണത്തെ ഓർത്ത് നമ്മൾ അധീരരാകേണ്ടതല്ലേ? കരയേണ്ടതല്ലേ? ഹതാശരാകേണ്ടതല്ലേ? ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഈ വക ചിന്തകൾ ഉയരുമ്പോൾ ഒട്ടും ആകുലതയില്ലാതെ കുര്യച്ചൻ ശിഷ്ടജീവിതം നയിച്ചു പോന്നു. ഞങ്ങളുടെ ഉറക്കങ്ങളിലൂടെ ഒരു നിഴലു കണക്കെ അയാൾ കടന്നുപോയി. അയാൾ ഉരുവിട്ട വാക്കുകൾ ഞങ്ങൾ കേട്ടു. എൻ്റെ ദൈവമേ, മാനുകൾ നീർത്തോടുകളിലേക്കു ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ഈ ആത്മാവ് നിന്നോട് ചേരുവാനായി ഞാൻ കാക്ഷിക്കുന്നു. ഒരു നാൾ സോഫി അങ്ങേയറ്റം ദുഃഖിതയായി ഞങ്ങളുടെ മുന്നിലെത്തി. എല്ലായ്പ്പോഴും മുഖപ്രസാദം കാട്ടാറുള്ള സോഫിക്ക് ഇതെന്തു പറ്റിയെന്ന് ഞങ്ങൾക്ക് ഉത്കണ്ഠയായി. അപ്പോൾ സോഫി ഒന്നും പറയാതെ തൻ്റെ വലതു കൈതലം നിവർത്തി. ഞങ്ങൾ ചുറ്റും നിന്ന് ഉദ്വേഗത്തോടെ മിഴിച്ചു നോക്കി. ഞങ്ങൾ ആശ്ചര്യഭരിതരായി. ഞങ്ങൾക്ക് കാണാനായത് ചെറുനാരകത്തിൻ്റെ ഒരു ഇലയാണ്. അതെന്താണെന്ന് അറിയാമായിരുന്നിട്ടും ഞങ്ങൾ ചോദിച്ചു, സോഫി, എന്താണിത്? കുര്യച്ചൻ തന്നതാണ്, സോഫി പറഞ്ഞു. സോഫി കുര്യച്ചൻ്റെ വീട് സന്ദർശിച്ചു വരികയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ അവധി തീരാറായെന്ന് തപാലാഫീസിലെ സിസിലിയ അമ്മ ഓർമ്മിപ്പിച്ചപ്പോൾ മനസ്സു പിടഞ്ഞു പോയതാണ്. നെഞ്ചിടിപ്പോടെ നടന്ന് മുറ്റത്തെത്തി. കറുത്തൊരു കോഴി കുഞ്ഞുങ്ങളുമായി ചേർന്ന് കാന്താരി മുളകിൻ്റെയും കാട്ടുവാഴയുടെയും തടങ്ങളിൽ ചികയുന്നു. മണ്ണിൽ വീണു കിടക്കുന്ന നേരിയ നിഴലുകൾ. വാളൻ പുളിമരത്തിൻ്റെ താഴ്ന്ന ഒരു ചില്ലയിലെ വിശ്രമം മതിയാക്കി പറന്നു നീങ്ങുന്ന വാലുകുലുക്കി ഒച്ചയൊന്നും കേൾപ്പിച്ചില്ല. വളരെ അപരിചിതവും സംഭ്രമിപ്പിക്കാൻ പോന്നതുമായ ഒരു നിശബ്ദതയിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നതെന്ന് അടുത്തൊരു നിമിഷത്തിൽ സോഫി തിരിച്ചറിഞ്ഞു. കൊച്ചന്നത്തെ വിളിച്ചപ്പോൾ മറുപടിയില്ല. മാത്തുക്കുട്ടിയെ വിളിച്ചപ്പോഴും മറുപടിയില്ല. ഇനി ആരെയാണ് വിളിക്കേണ്ടതെന്ന് ഓർക്കെ പിറകിൽ നിന്നു കേട്ടു, അല്ല, ഇതാര്? കുര്യച്ചനായിരുന്നു. കുര്യച്ചൻ തൊടിയിൽ നിന്ന് കയറി വരികയായിരുന്നു. ചുമ്മാതെ തൊടിയിലാകെ ഒന്ന് ചുറ്റി നടന്നതാ. മരങ്ങളും ചെടികളുമൊക്കെ പച്ച നിറത്തിൽ നിവർന്നു നിൽക്കുന്നത് കാണുക എന്നുള്ളത് ഒരു സന്തോഷമാണേ. കുറെ തുമ്പികളെയും കണ്ടു. ആ, വൃത്തിയും മെനയുമുള്ള 2 പുഴുക്കളെയും കാണാനൊത്തു. സോഫി കുടിനീരിറക്കി. ഉൾഭയം തോന്നുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ. സോഫി, കൈനീട്ട്. സോഫി അനുസരിച്ചു. പിന്നെ നാരകത്തിൻ്റെ ഒരില സോഫിയുടെ കൈത്തലത്തിൽ വെച്ച് കുര്യച്ചൻ നിർദ്ദേശിച്ചത് അതൊന്നു മെല്ലെ ഞരടി മണത്തു നോക്കാനാണ്. സോഫി അങ്ങനെ ചെയ്തപ്പോൾ കുര്യച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരണത്തിൻ്റെ മണമാണത്. നല്ലതല്ലേ സോഫി? ഞങ്ങൾ ഓരോരുത്തരും സോഫിയുടെ വലതു കൈത്തലത്തിനു നേർക്ക് മുഖം കുനിച്ചു.